ഇന്ന് നമ്മുടെ ഇൻഷുറൻസ് പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ലൂതറൻ UPS സ്കൂളിലെ നല്ലവരായ കുട്ടികളും അധ്യാപകരുമാണ്. അപ്പോൾ എല്ലാവരും ഒരു ഹായ് പറയോ. ചേച്ചി ഒരു പ്രോഗ്രാം ചെയ്യാനാണ് വന്നത്. അപ്പോൾ എൻ്റെ റൂൾസ് പറയാം, കേട്ടിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ചേച്ചി ഒരു 10 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ ഏറ്റവും കൂടുതൽ കുസൃതി ചോദ്യമാണ് ചോദിക്കണേ. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് ആൾക്ക് സമ്മാനമുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ടീച്ചേഴ്സിനും ബാധകമാണ്. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പണം ഇരട്ടിയാകാൻ എന്ത് ചെയ്യണം? പണം ഇരട്ടിയാകാൻ എന്ത് ചെയ്യണം? അധ്വാനിക്കുന്നല്ലേ. ഇത് കുസൃതി ചോദ്യമാണേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൻസർ പറയണേ. ബേസ് ലെവലിൽ നിന്ന് ആലോചിച്ചുകൊണ്ട് പറയണം. കറക്റ്റ് ആൻസർ അല്ല വരേണ്ടത്. പണം ഇരട്ടിയാക്കാൻ എന്ത് ചെയ്യണം? അതല്ല ആൻസർ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറഞ്ഞത്. നോ. അടിപൊളി ആൻസർ, മോഷ്ടിക്കണം. ടൈം ഔട്ടായി. ചേച്ചിന്റെ ആൻസർ പറയാം. അപ്പൊ അത് അനുസരിച്ച് അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ നോക്കി പറയണേ. കണ്ണാടിക്ക് മുന്നിൽ വെക്കണം. അപ്പൊ പെട്ടെന്ന് പണം പറഞ്ഞായിരുന്നാ ഉറക്കെ പറയാത്തെന്ത്? കൈ പൊക്കിയിട്ട് പറയണേ ഇനി ആൻസർ പറയുമ്പോ, കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കാം. ആർക്കും ഇഷ്ടമില്ലാത്ത പടം ഏതാണ്? പടം അല്ല, പടം. ഇവിടെ ആരോ പറഞ്ഞല്ലോ, അതല്ല. ഭൂപടം. ആർക്കും ഇഷ്ടമില്ലാത്ത കടം ചോദിക്കണമെങ്കിൽ അപകടം വരും. ആർക്കും ഇഷ്ടമല്ലാത്ത പടം. ഭൂപടം പറഞ്ഞു, പക്ഷേ ആ ഭൂ മാറ്റിയിട്ട് വേറൊരു അക്ഷരം ചേർത്താൽ മതി. വെരി ഗുഡ്. ടീച്ചറിന്റെ പേര് രതി ടീച്ചറാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. കപടമാണ് ആൻസർ. ഇഷ്ടപ്പെട്ട ഹരി ഏതാണ്? അല്ല, ലഹരി. മോന്റെ പേര് അഭിജിത്ത് മോൻ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. ലഹരിയാണ് ആൻസർ. അപ്പൊ നല്ലൊരു ക്ലാപ്പ് അഭിജിത്തിന്. ഇത് രമ ടീച്ചർ അല്ലേ? രതി. അപ്പോൾ രതി ടീച്ചറും അഭിജിത്തുമാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ് മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, പുരുഷന്മാർ സ്ത്രീകളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. പെട്ടെന്ന് പറഞ്ഞോ. ജീന. പറഞ്ഞോളെ. ജീന ടീച്ചറാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഡി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ ആയേ ഉള്ളൂ. നാലാമത്തെ സ്പീഡപ്പ് ആകണോ? നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായ വസ്തു. പാൽ. ആരാ ആൻസർ പറഞ്ഞ ഇവിടെ? പേര് അഭിജിത്ത്. 2 അഭിജിത്ത്. അപ്പോൾ 2 അഭിജിത്തുമാരും ഒരു രതി ടീച്ചർ അല്ലേ? രതി ടീച്ചറും മുന്നിട്ട് നിൽക്കുകയാണ്. ജീന ടീച്ചറും രതി ടീച്ചറും പിന്നെ 2 അഭിജിത്ത് വിദ്യാർത്ഥികളും 4 പേരും മുന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ പറഞ്ഞ് മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ആരെങ്കിലും പാട്ട് പാടോ? പാട്ട് പാടുന്ന കുട്ടികൾ ആരൊക്കെ കൈവെക്കൂ. പാടോ മോള്? പേര് ജിയ. പഠിക്കും. ഇഷ്ടപ്പെട്ട പാട്ട് പഠിക്കും. വാ, ഇവിടെ നിന്ന് പഠിക്കും. പിടിച്ചോ. സ്മാർട്ടായിട്ട് പാടും. വേറെ ആരും പാടുന്നില്ല, മോള് മാത്രമേ പാടുന്നുള്ളൂ. സ്മാർട്ടായിട്ട് പാടിക്കും. അമ്പിളി മാമന് കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങാതി, മാനത്തമേത്തെ താര ചമച്ചിട നല്ല പുതുക്കിനി ചേലാടി. അമ്പിളി മാമന് കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങാതി, മാനത്തമേ
ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ജിയമോളല്ലേ? അപ്പൊ ജിയമോളുടെ നല്ലൊരു സോങ് നമ്മൾ കേട്ടു. എത്രാമത്തെ ക്വസ്റ്റ്യനാ ഇനി ചോദിക്കുന്നേ? ഉറക്കി പറയൂ. 5. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സഞ്ചിയിൽ പൂച്ച കയറിയാൽ എന്ത് പറയും? ആരാ ഇതില് 3-ൽ ആരാ ഫസ്റ്റ് പറഞ്ഞ മോളാണല്ലേ? ആരാണ് പറഞ്ഞതെന്ന് അറിയാൻ വയ്യ. 3 പേരും കൂടെ ഒരുമിച്ചാണ് ആൻസർ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ക്യാൻസൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇംഗ്ലീഷ് വരുമ്പോൾ മലയാളം. ഏതാണ് ഈ സ്ഥലം? ഗോവ. പേര് പറഞ്ഞു. ശ്രീകുട്ടി. അപ്പോൾ ശ്രീകുട്ടി മോളാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഗോവയാണ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വേറെ ആരെങ്കിലും പാട്ട് പാടോ? ശ്രീകുട്ടി പാടോ? വാ പാടിക്കോ. പിടിക്കാം. വെയിറ്റ് ഉണ്ടല്ലോ. പാടിക്കോ. ഹരിമുല്ല പൂത്തു അരളികൾ പൂത്തു ഇനിയുമെന്നാശകൾ പൂത്തില്ല. ഹരിമുല്ല പൂത്തു അരളികൾ പൂത്തു ഇനിയുമെന്നാശകൾ പൂത്തില്ല. സൗഗന്ധികങ്ങൾ വിരിഞ്ഞുതിർന്നെങ്കിലും സൗഭാഗ്യമെന്നിൽ വിരിഞ്ഞില്ല. ഹരിമുല്ല പൂത്തു അരളികൾ പൂത്തു ഇനിയുമെന്നാശകൾ പൂത്തില്ല. അപ്പോൾ ശ്രീകുട്ടി മോളുടെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, 6 6ാമത്തെ ക്വസ്റ്റ്യൻ. തിന്നില്ല കുടിക്കില്ല തല്ലാതെ മിണ്ടില്ല. എന്താണ്? ചെണ്ട. ആരാ പറഞ്ഞേ? അങ്ങനെ പറ്റൂല. അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ട് ഒന്നും ചോദിക്കാമേ. ഈ ആൻസർ പറയുന്നത് കൈ പൊക്കിയിട്ട് പറയണം കേട്ടാ. അവർക്ക് സമ്മാനം കൊടുക്കാൻ പറ്റും. എല്ലാവരും കൂടെ പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂഷൻ ആവും. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് എല്ലാ അച്ചാറിലും ഉണ്ടാകും പക്ഷെ ആരും കഴിക്കാറില്ല. അല്ല. സ്പൂൺ. ശ്രീകുട്ടി ഒന്നുകൂടെ പറഞ്ഞു ആൻസർ. സ്പൂണാണ് ആൻസർ. ശ്രീകുട്ടി 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യനാ? 7ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇവിടെ ആരെങ്കിലും ഡാൻസ് കളിക്കോ? ഡാൻസ് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കളിക്കോ? അപ്പൊ ടീച്ചർ ഒരു ഡാൻസ് കളിച്ചിട്ടു. ആരെങ്കിലും ഡാൻസ് കളിക്കോ? ഡാൻസ് കളിക്കാൻ ധൈര്യമുള്ള ആരാ ഉള്ളത് ഇവിടെ? ഒരാൾ വന്നു. ഏത് പാട്ട് വേണം? അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നമുക്ക് പെട്ടെന്ന് ചോദിച്ചു പോവാമേ. നിങ്ങൾ ടീച്ചറിന് അത്യാവശ്യം.
വെള്ളം കുടിച്ചാൽ ഉടൻ മരിച്ചു പോകുന്നത് ആര്? ആര് ഫസ്റ്റ് പറഞ്ഞ? കൈ പൊക്കി പറഞ്ഞത് ആരാ? ഇവിടെ അല്ലേ? പേരെന്താ? ആബിഷ്. അപ്പോൾ ആബിഷ് മോനാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. തീയാണ് ആൻസർ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ചവിട്ടി കയറി പറ്റാത്ത പടി. ആർക്കും ചവിട്ടി കയറാൻ പറ്റാത്ത പടി. അല്ല, ടൈം ഔട്ട്. മറുപടി. ത്തിൽ വീണാൽ നനയാത്ത സാധനം. കുസൃതി ചോദ്യ. വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം. നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇത്. നമ്മൾ നടന്നു പോകുമ്പോ കൂടെ വരും. ടീച്ചറിന്റെ പേര് സുനിത ടീച്ചറാണ് ആൻസർ പറഞ്ഞത്. നിഴലാണ്. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 10ാമത്തെ ക്വസ്റ്റ്യൻ, രാജുവും രാമുവും അയൽക്കാരാണ്. രാജുവിന്റെ പീക്കോക്ക് രാമുവിന്റെ പറമ്പിൽ മുട്ടയിട്ടു. ആർക്കുള്ളതാണ് ആ മുട്ട? ടൈം ഔട്ടായി. പീക്കോക്ക് മുട്ട ഇടാറില്ല. ആരാ ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞത്? ശ്രീകുട്ടി ഒന്നോ? ശ്രീകുട്ടിയാണല്ലോ അല്ലേ 2 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞത്. വേറെ ആരും പറഞ്ഞില്ലല്ലോ 2 ക്വസ്റ്റിന്റെ. നമ്മളെ മറ്റേ ടീച്ചറൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി ശ്രീകുട്ടിയാണ്.